ആഴ്ക്ക കാക്ക. അയ്യോ എന്റെ മുളക് അത്ര എടുത്ത് കഴിച്ച്. മാട്ടും കാട്ടും ഉണക്ക ഇട്ടാലും കാക്ക ഒന്നും എടുത്തോണ്ട് പോവല്ലോ. കാക്കയ്ക്ക് വേറെ ഭക്ഷണം ഒന്നും കഴിക്കാൻ കിട്ടില്ല. ഇത്ര ദാരിദ്ര്യോ? കഷ്ടപ്പെട്ട് വാങ്ങിച്ചോക്കണ മുളകിനെയാണ് അത്രയും കഴിച്ചോണ്ട് പോണത്. ഈ മുളക് ഉണക്ക ഇട്ടതും കൂടെ കാക്ക കഴിച്ചോണ്ട് പോണ്. അഴുക്ക കാക്ക. അല്ല കാക്ക കൊത്തി തിന്നുന്നത് നീ കണ്ട? ആന്ന് ഞാൻ വരുമ്പോഴത്തേക്ക് കാക്ക മുളക് കൊത്തി തിന്നോണ്ടിരിക്കണം. എന്നാ ഇന്ന് കാക്കയ്ക്ക് 8ന്റെ പണി കിട്ടും. അതെ, ഈ മുളക് ഇട്ടിട്ട് നീ എനിക്ക് കറി ഉണ്ടാക്കി തരുമ്പോഴേ അത് കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതിന്ന് കാക്ക അറിയും. ഞാൻ ഉണ്ടാക്കണ മുളക് മീൻകറി വിട്ടിട്ടൊന്നും ആർക്കും അസുഖം വന്നിട്ടില്ല. പിന്നെ നമ്മളുണ്ടാക്കണ മീൻകറി കഴിച്ചിട്ട് കാക്ക ഓടിക്കാനുള്ള വഴി നോക്കാതെ നമ്മളെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ത് പറഞ്ഞാലും നമ്മുടെ നെഞ്ചത്ത് കയറലല്ലേ. തമാശ പറഞ്ഞല്ലേ? ഇനി മേലെ ഇങ്ങനെ തമാശയായിട്ട് പറയരുത്. മണി ഒന്നും പറയണ്ട. കഷ്ടമാണല്ലോ. വന്ന് കാക്ക വരെ നമുക്ക് പണി തീരുകയാണ്. ദേശത്തിലാ പോയത്. ഇനിയിപ്പം മണി എന്ത് വിഷയം വന്നാലും എന്നെ ഇട്ടിട്ട് 2 താങ്ങ താങ്ങിയില്ലെങ്കിൽ അങ്ങേർക്ക് സമാധാനം വരൂല. കാക്ക കാരണമാണ് എല്ലാം സംഭവിച്ചത്. മനുഷ്യന്റെ മനസമാധാനം കേൾക്കാൻ കാക്ക മാത്രം മതിയല്ലോ. എന്ത് സാധനം വന്നാലും നമുക്കിട്ട് അവസാനം പണിയണം. മണി അടിക്കാൻ നോക്കണ്ട. എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ വിഷമത്തിലിരിക്കുക. ഞാന് സത്യത്തിൽ നിന്നെ കളിയാക്കിയതല്ല, തമാശക്കൊരു ഉദാഹരണം പറഞ്ഞല്ലേ. അത് നിനക്ക് ഇങ്ങനെ ഫീൽ ചെയ്ത് ഞാൻ വിചാരിച്ചു. എന്തോന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്. ഇനി ഇങ്ങനത്തെ തമാശ ഒന്നും പറയരുത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മണി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. നീ അങ്ങ് ക്ഷമിക്ക്. ഇനി ഞാൻ പറയില്ല. ഉറപ്പാണോ? ഉറപ്പ്. എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഇത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും കളിയാക്കും. ഇവളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇനി കളിയാക്കൂല. ഉറപ്പാണല്ലോ. എടി പിന്നെ ഈ എന്തെങ്കിലും സാധനം ഉണക്കായിടുമ്പോ കാക്ക വന്ന് ശല്യം ചെയ്യണമെങ്കിലേ അത് ഒഴിവാക്കാൻ ഒരു വഴിയുണ്ട്. ഒരു കുട നിവർത്തി വെക്കണം, അല്ലെങ്കിൽ ഒരു കറുത്ത തുണി എടുത്ത് വെക്കണം. ചില സ്ഥലങ്ങളിലാണെങ്കിൽ കാക്കയുടെ തൂവലാണ് എടുത്ത് വെക്കുന്നത്. കറുപ്പ് കണ്ടാ കാക്ക വരില്ല. ഓഹോ, പുതിയ അറിവായിരുന്നു കേട്ടോ. ഇതൊന്നും എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. രവിയേട്ടാ, ഇതൊക്കെ പണ്ടേ മനുഷ്യൻ ചെയ്ത് തോറ്റു തുന്നമ്പാടി ഇരിക്കുന്ന കാര്യമാണ്. തുണി കൊണ്ട് വെക്കുമ്പോണ്ടല്ലോ, കറുത്ത തുണി കണ്ടു ഫ്രണ്ട്സിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ ചേർന്ന് ഇരിക്കുന്നു. അത് കഴിഞ്ഞ് കുട നിർത്തി വെക്കുമ്പോണ്ടല്ലോ, അതിന്റെ അടിയിൽ വെയിൽ കൊള്ളാതെ വന്നിട്ട് നല്ല സുഖമായിട്ട് ചൂടൊന്നും അടിക്കാതെ ഇങ്ങനെ കൊത്തി കൊത്തി തിന്നോണ്ട് പോകണം. പിന്നെ തൂവല് ഞാൻ വെച്ചിട്ടില്ല. ഇനി അതിനെ ഓട്ടിക്കണെങ്കിലേ വല്ല ബോംബ് പൊട്ടിക്കേണ്ടി വരും. കടുങ്കയൊന്നും കാണിക്കില്ലേ മണി? കടുങ്കൈ ചെയ്യണോന്ന് ഞാൻ ആലോചിച്ചോണ്ട് നിൽക്കണം. ഒരു തോട്ടം ഒട്ടിച്ചാലോ? അവള് ഇന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന അവിടെ. ആര്? പിങ്കി. നീ എന്തെങ്കിലും ചെയ്ത് കാണും. ഞാൻ എന്തെങ്കിലും ചെയ്ത ഇവിടെ വന്ന് പറയോ? സത്യം പറ, എന്റെ കൊച്ചിനെ വല്ലതും ചെയ്താ നീ? ഞാൻ എന്ത് ചെയ്യാനാണ്? അവള് വെറുതെ കാര്യമൊന്നുമില്ല, എന്തെങ്കിലും കാര്യമുള്ള കാര്യമായിരിക്കും. അമ്മ കാര്യം എന്താന്ന് ചോദിച്ചിട്ട് അവള് പറയണില്ല. അതുകൊണ്ടാ ഞാൻ നിങ്ങളുടെ വന്ന് പറഞ്ഞത്. പിന്നെന്തിനാ അവള് കാര്യമാണ്? മണി നീ വാ, നമുക്ക് ചോദിക്കാം. ഇല്ലെന്ന്. മോളെ കണ്ട നോക്ക്. മോളെ. അയ്യോ പിങ്കിക്കുട്ടി. പിങ്കി ഞാൻ കൊറേ നേരം ചോദിച്ചോണ്ടിരുന്നു, എന്നിട്ട് എന്റെ അടുത്ത് ഒന്നും പറയണില്ല. പിങ്കി എന്തിനാ മക്കളെ കാര്യം പറയടാ. പറയടാ, എന്ത് പറ്റി? എനിക്ക് കാര്യം എന്തെന്ന് പറ പിങ്കി. എന്തിനാണ് കരയണെന്ന് മക്കള് പറഞ്ഞല്ലേ ഞങ്ങൾ മനസ്സിലാവുള്ളൂ. കരയാതെ അച്ഛനോട് കാര്യം പറ. എന്താ പറ? എന്തിനാണ് കരയാന്ന് അറിഞ്ഞൂടെ? പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ? വരണ വഴിക്കല്ലതും വല്ലതും പറഞ്ഞാണോ ആരെങ്കിലും? മോളെ എന്ത് പറയാ? നിക്ക് മോള് പറ, അച്ഛനോട് പറ, കാര്യം പറ. എന്താ മോളെ കരയണേ? എന്താ ഇങ്ങനെ മക്കളെ? ഇങ്ങോട്ട് നോക്ക്, ഒരു കാര്യം പറയട്ടെ. മക്കള് കാര്യം മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഞങ്ങൾക്ക് ആർക്കും കാര്യം മനസ്സിലാവൂല. നീ പറഞ്ഞാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാലോ. മക്കളെ പറ. പിങ്കി നീ അത് കാര്യത്തിൽ നിർത്തണാ. പിങ്കി ഇങ്ങനെ കരയാതെ. ഇങ്ങനെ കരയും മാത്രം എന്തുകൊണ്ടായി? ഞാൻ ചോദിക്കാം. മോളെ മോളിങ് വാ. ഞാൻ എന്റെ മോളത് ചോദിച്ചോളാം. അത് ഇവിടെ പറഞ്ഞാ പോരെ, നമ്മൾ കൂടെ കേൾക്കുമല്ലോ കാര്യം. നിങ്ങൾ എഴുന്നില്ലേ? അവൾ എന്റെ അടുത്ത് പറയാം. മോളിങ്ങിട്ട് വാ. എന്ത് മക്കളെ ഇങ്ങനെ കരയണേ? പിങ്കി അമ്മ, പിങ്കി കുട്ടി ഇങ്ങനെ കരയാതെ. എന്തോ പിങ്കി കുട്ടി, മോളെ ഇനി കരഞ്ഞ അച്ഛന് സങ്കടമാവും കേട്ടോ.
ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരുന്നേ, ഇരുന്നേ. മക്കള് കരയാതെടാ. അതെ, അച്ഛൻ പറയട്ടെ, അച്ഛൻ ഒരു കാര്യം ഉറപ്പായിട്ട് അറിയാം. നിസ്സാര കാര്യത്തിനൊന്നും മോള് കരയില്ല. എന്തോ കാര്യമായിട്ടൊരു വിഷമമുണ്ട്. പിന്നെ കാര്യം കാണാൻ വേണ്ടി നീ കള്ളക്കരച്ചിൽ കരയും. പക്ഷെ ഇതല്ല. എന്തായിരുന്നാലും മോൾ അച്ഛനോട് പറ. അച്ഛനോട് പറ. പരിഹാരമില്ലാത്ത ഒരു കാര്യമില്ല. അച്ഛനോട് പറ മോളെ. പറ. എനിക്ക് പേടിയാവണം അച്ഛ. പേടിയാ? എന്തിന് മോള് പേടിക്കുന്നതിന്? എനിക്ക് എന്റെ ഭാവിയെ പറ്റി ഓർത്തിട്ട് പേടിയാവണം. ഭാവിയെ പറ്റിയാ? ഭാവിയെ പറ്റി ഓർത്തിട്ട് പേടിക്കുന്നതിന്? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യം അല്ല. മോക്കിപ്പം ഭാവിക്ക് എന്ത് കുഴപ്പം? എന്റെ സ്കൂളില് കരിയർ ഗൈഡൻസിന്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവര് വന്നിട്ട് എല്ലാരടുത്തും നിങ്ങൾക്ക് എന്തുവാണ് ആവാൻ ആഗ്രഹം ചോദിച്ചു. അപ്പൊ എല്ലാരും ഉത്തരം പറഞ്ഞായിരുന്നു. അപ്പൊ മോൾക്ക് പറഞ്ഞുകൂടായിരുന്നു മോളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന്? ഞാനും പറഞ്ഞു. പക്ഷെ ഞാന് എനിക്ക് പൈലറ്റ് ആവണമെന്നാണ് പറഞ്ഞത്. അതിനെന്ത് കുഴപ്പം? മോളുടെ ആഗ്രഹം അതാണെങ്കിൽ ആവുമല്ലോ. അതിനെന്ത് കുഴപ്പം? അച്ഛാ, ഈ കരിയർ ഗൈഡൻസിന് ആൾക്കാർ പോയി കഴിഞ്ഞപ്പോ എന്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കി. കളിയാക്കിയ? അല്ല, അതിന് മോളുടെ മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞതിന് അവര് കളിയാക്കണെന്തിന്? അല്ല, മക്കൾക്ക് ഈ പൈലറ്റ് ആവണമെന്നുള്ള ആഗ്രഹം എപ്പോ തുടങ്ങി? അച്ഛാ, എല്ലാരും ഡോക്ടറും എഞ്ചിനീയറും ടീച്ചറൊക്കെ ആവണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു വെറൈറ്റിക്ക് പൈലറ്റ് ആവണമെന്ന് പറഞ്ഞു. അത്രേ ഉള്ള. ഞങ്ങൾക്ക് അങ്ങോട്ട് വരാവോ? പിന്നെ ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. മണി എനിക്ക് തോന്നി വല്ല ചെറിയ കേസുമായിരിക്കുന്നു. പറ, എന്ത് തോന്നുന്നു? അത്രയോ? അതെ, ഇവളുടെ സ്കൂളിൽ ഇന്നലെ കരിയർ ഗൈഡൻസിന്റെ ആൾക്കാർ വന്നു. അധ്യാപകർ വന്ന് ചോദിച്ചു എന്താവണം എന്ന് ചോദിച്ചു. ഓരോ കുട്ടികള് എഞ്ചിനീയറും ഡോക്ടറൊക്കെ ആവണമെന്ന് പറഞ്ഞു. എന്റെ മോളെ പൈലറ്റ് ആവണമെന്ന് പറഞ്ഞു. പൈലറ്റ് ആവണമെന്ന് പറഞ്ഞു. ഇതും കൂടെ ചേർന്ന് 33ാമത്തെ ആഗ്രഹം. ആഗ്രഹം മാറ്റാനുള്ള ചുമ്മാ നിനക്കൊക്കെ എന്തിന്റെ കേടാണിത്? എന്തോന്ന് പ്രശ്നം? സങ്കടപ്പെട്ട് പോയണ്ടാ? ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ചെറിയ ചികള് കേസിനുള്ള കാര്യം നിസ്സാരമാണെങ്കിലും ഇവള് ക്ലാസ്സിൽ ഓരോ കുട്ടികൾ IPS ആവണം IAS ആവണമെന്നൊക്കെ പറഞ്ഞ ഒരു ഗുമ്മിന് വേണ്ടി ഇവള് പറഞ്ഞു പൈലറ്റ് ആവണം. എല്ലാ കുട്ടികളും കൂടെ കളിയാക്കി ചിരിച്ചു. ആ വിഷമത്തിലാണ് അവൾ കരഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങളും കൂടെ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴോ അത് നീനക്കാണ് കൂടുതല്. ഞാൻ അത്രയ്ക്കൊന്നും വിചാരിച്ചില്ല. അവള് പറഞ്ഞപ്പോ ആരും ഇതിലൊക്കെ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അവളെ ഹേർട്ടായി എന്നുള്ളത് എനിക്ക് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഓരോ ദിവസം ഓരോ ആഗ്രഹങ്ങൾ കൊണ്ടുവരും. ഞാൻ കണ്ണുകൊണ്ട് കാണിച്ചു ഉണ്ടായിരുന്നു. എന്നിട്ട് നീ നോക്കണില്ല. അതുപോലെ നീ പൊട്ടിച്ചിരിക്കല്ലേ. കൊച്ചു സങ്കടപ്പെട്ടാ പോയത്. വിഷമായി കാണുമോ? പിന്നല്ലാതെ ക്ലാസ്സിലുള്ള ഓരോ കുട്ടികളും ഇങ്ങനെ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറഞ്ഞപ്പോ അവള് വലിയ പവറിന് വേണ്ടി പറഞ്ഞതാണ്. സത്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും ആലോചിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഒന്നും ആലോചിച്ചില്ല. അവള് കൊച്ചല്ലേ. അവളിങ്ങനെ കാര്യങ്ങൾ ആലോചിച്ചാണോ പറയുന്നത്? കൊച്ചാ, ഞാൻ കൊച്ചെന്ന് പറഞ്ഞാൽ കേക്കായും പോട്ട്. അവളാണ് അച്ഛൻ പറയണേ. എന്റെ അമ്മോ, ആനയുടെ ബുദ്ധിയല്ലേ. അവളെ അങ്ങനെ ഇങ്ങനെ ഒന്നും ഫീൽ ആവണ ടൈപ്പ് അല്ല. പക്ഷെ ഫീൽ ആയി കഴിഞ്ഞുണ്ടല്ലോ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തോളെ. അവളെ ഞാൻ ഒരു എങ്ങനെയെങ്കിലും ഒന്ന് കയ്യിലെടുത്ത് സമാധാനിപ്പിച്ചു കൊണ്ട് വരികയായിരുന്നു. അങ്ങനെ കൊണ്ടിരുന്ന അവള് കഥ പറഞ്ഞത്. ഇപ്പൊ എന്തോ വേണമെന്ന് അവളെ പൈലറ്റ് ആക്കണം, അത്രയല്ലേ ഉള്ളൂ. അവളെ പൈലറ്റ് ആക്കണ്ട, അവളെ സമാധാനിപ്പിച്ചാൽ അവളുടെ കരച്ചിൽ നിർത്തുക. എന്നിട്ട് അവളെ സപ്പോർട്ട് ചെയ്യും. പൈലറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ പ്ലെയിനൊക്കെ പോകും. കൊച്ചിനെ വിഷമിപ്പിച്ചിട്ട് അതെ ആശ്വസിപ്പിച്ചാ പോരെ. കൂളാക്കി എടുക്കണമെന്നല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യണ്ട, ഒരു ഫാമിലി പാക്ക് ഐസ്ക്രീം വാങ്ങിച്ചോട്ടാ. അതിനൊക്കെ മുന്നേ നമുക്ക് അവളോട് സംസാരിക്കാം. കാര്യം പറഞ്ഞ് ശരിയാക്കി കൊടുക്കാം. പിന്നീട് ഐസ്ക്രീമോ ബിരിയാണി എന്താ വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കാം. കൊച്ചു പിന്നെ ഇരുന്ന് കരയുന്നു. മോളെ എന്തോന്ന് കൊച്ച ഇത്? ഇത്ര മാത്രം ഇങ്ങനെ ഇരുന്ന് കരയാനായിട്ട് ഇവിടെ എന്തുണ്ടായി?
ഞാൻ പറഞ്ഞില്ല അവരെന്നെ കളിയാക്കിന്ന്. കളിയാക്കി എന്തിന് കളിയാക്കുന്നു? ഞാൻ പൈലറ്റ് ആവാൻ പോണെന്ന് പറഞ്ഞോണ്ട്. അത് നിന്റെ ഫ്രണ്ട്സിന് അസൂയായോണ്ട് നിന്നെ കളിയാക്കിയത്, അല്ലാതെ എന്തോ പറയാ. അല്ല പിന്നെ അയ്യേ, നിനക്ക് നാണാവുന്നില്ലടി? ഫ്രണ്ട്സ് കളിയാക്കിന്ന് പറഞ്ഞിട്ടാണ് നീ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ? അത് തന്നെ. എന്തോന്ന് മോളെ ഇത്? അവര് അല്ല അസൂയ ഉണ്ടെന്നും കളിയാക്കിയല്ല. പിന്നെ എന്റെ മോഡൽ എക്സാമിന്റെ മാർക്ക് അറിയാലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇച്ചിരി കുറഞ്ഞു പോയി. എനിക്ക് ആ മാർക്കൊന്നും വെച്ചിട്ട് പൈലറ്റ് ആവാനൊന്നും പറ്റൂല. അതിനാണോ ഇടി നീ 10ാം ക്ലാസ്സിൽ എത്ര നല്ല മാർക്ക് വാങ്ങിച്ചാണ്? സ്കൂൾ ടോപ്പർ ആയിരുന്നല്ലേ? സ്കൂൾ ടോപ്പർ നീ ആയിരുന്നില്ലേ? ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സും കുറച്ച് ഉഴപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് മാർക്ക് കുറഞ്ഞു. നീ ശരിക്കൊന്ന് മനസ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് സുഖമായിട്ട് ടോപ്പർ ആവാൻ പറ്റും. പിന്നെന്താ? ഒന്നുമല്ല, പബ്ലിക് എക്സാം എത്താറായി. ഇനി പബ്ലിക് എക്സാം ആണ്. എടി, മോഡൽ എക്സാമിനല്ലേ നിനക്ക് മാർക്ക് കുറഞ്ഞുള്ളൂ. മോഡൽ എക്സാമിന്റെ മാർക്കൊക്കെ ആര് നോക്കാനാണ്? പബ്ലിക് എക്സാമിന്റെ മാർക്കാണ് അവർ നോക്കുന്നത്. അതനുസരിച്ചാണ് നമുക്ക് ഹയർ സ്റ്റഡീസിലേക്ക് പോകാൻ പറ്റുന്നത്, ആ മാർക്ക് വെച്ചിട്ട്. അതിന് നീ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്ക്. അത് മാത്രമല്ല, യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇനിയിപ്പോ ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ ആണെങ്കിലേ അത് സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. ഈ മാർക്കിനെ ബേസ് ചെയ്തൊന്നും അല്ല. എന്റെ മോളെ നീ ഇങ്ങനെ വിഷമിക്കാതെ. എന്തോന്ന് മോളെ? അതെ, നീയേ ഒന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാ നല്ല മാർക്ക് കിട്ടും. നിനക്ക് നല്ല ബുദ്ധിയൊക്കെ ഉള്ള കുട്ടിയല്ലേ? അതല്ല അച്ഛാ, എക്സാം അടുത്ത് കഴിഞ്ഞ അച്ഛാ എനിക്ക് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിഞ്ഞൂടെ. ചാപ്റ്റേഴ്സ് കടല് പോലെ കിടക്കാണ്. മക്കളെ, പൊതുവെ എക്സാം ആവുമ്പോ എല്ലാ കുട്ടികൾക്കും ഒരു വിഷമവും പേടിയും ടെൻഷനൊക്കെ ഉണ്ടാവും. എടി, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാ പഠിക്കാനായിട്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞില്ലേ? അതെ തന്നെ. പിന്നെ നിനക്ക് എന്താ? വളരെ കുറച്ച് സമയം മതി. 10 ദിവസം നീ ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് റിവിഷനും കൂടി ഉണ്ടെങ്കിൽ നിനക്ക് നല്ല മാർക്ക് സുഖമായിട്ട് കിട്ടും. നീ മനസ്സിലാക്കണമെന്ന് മാത്രം. ഇവള് പ്ലസ് 2 പഠിക്കുമ്പോഴോ? എന്റെ കാര്യം തന്നെ നീ ഓർത്ത് പ്ലസ് 2ന്റെ അറിയണ്ട. ഊണുമില്ല ഉറക്കമില്ല, ഒരുമാതിരി പ്രാന്തികളെ പോലെ ആയിപ്പോയി. പിന്നെ ഞങ്ങളെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണമെന്ന് വരെ വിചാരിച്ചു. മാനസികമായി കൊച്ചൊക്കെ തകർന്നു പോയില്ലേ? അല്ലേ മണി? പിന്നെ അത്ര ടെൻഷൻ ആയിരുന്നു എനിക്ക്, നിന്നെക്കാൾ അപ്പുറം. പക്ഷെ അച്ഛന്റെ ഒറ്റ വാക്കിലാണ് ഞാൻ പരീക്ഷ പോയി എഴുതിയത്. വേറൊന്നും അല്ല, അച്ഛൻ പറഞ്ഞു നന്നായിട്ട് പരിശ്രമിക്കാൻ പറഞ്ഞു. പരിശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടണം. ഒന്നും പരിശ്രമിക്കാതെ കിടന്നിങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് എന്താടി കാര്യം? എന്നിട്ട് ആ വാക്ക് വിശ്വസിച്ച് ഞാൻ പോയി പരീക്ഷ എഴുതി. എനിക്ക് ക്ലാസ്സിൽ ടോപ്പ് ആവാനും പറ്റി. അതാണ് അവളോട് പറഞ്ഞു തന്നെ എനിക്ക് മോളോടും പറയാനുള്ളൂ. അത്രേ ഉള്ളൂ മോളെ. ഈ ബുദ്ധിയും കഴിവൊക്കെ രണ്ടും രണ്ടാണ്. അത് വ്യത്യസ്തങ്ങളാണ് എല്ലാ കുട്ടികളിലും. പിന്നെ ഒരു കാര്യം പറയാം, മക്കള് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന മാതാപിതാക്കളല്ല ഞങ്ങള്. മനസ്സിലായ? നിനക്ക് എന്താവണോ അതാവാം. അത് എന്തായാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇത്രയും സപ്പോർട്ടുള്ള പാരന്റ്സിന് എവിടെ കിട്ടും? എന്നിട്ടാണ് ഈ ടെൻഷൻ. നീ കേട്ടല്ലോ പറഞ്ഞത്. ഞാൻ എക്സാം എഴുതിയാ ജയിക്കോ? ഞാൻ എക്സാം എഴുതണ്ടെന്ന് വരെ ചിന്തിച്ചു. എന്റെ കൊച്ചെ, പറഞ്ഞില്ലേ പരീക്ഷ എടുക്കുമ്പോ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ വിഷമം ഉണ്ടാവും. അത് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അച്ഛൻ ഒരു കാര്യം പറയാം, മക്കള് കണ്ണൊക്കെ തുടച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയി ഒരു 5 മിനിറ്റ് ഒന്ന് സമാധാനമായിട്ട് ഇരുന്നിട്ട് മനസ്സ് കൂളായിട്ടിരുന്ന് പഠിച്ചു നോക്ക്. നല്ല മനസ്സിലാവും. വരുന്നത് വെച്ച് എവിടെ വരുന്നത് അത് വെച്ച് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സിമ്പിൾ കാര്യം. മക്കള് വിചാരിച്ച നടക്കാത്ത കാര്യം. എന്റെ മോക്ക് നല്ല മാർക്ക് കിട്ടും. കഴിഞ്ഞ മിനിറ്റ് വരെ നീ അങ്ങ് മറന്നേക്ക്. ഇനി പുതിയതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. മതി, ഇത്ര സമയം മതി. നമുക്ക് അത്രേ പഠിക്കാനുള്ളൂ. സിലബസ് കുറച്ചേ ഉള്ളൂ. പക്ഷെ നീ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് വിചാരിക്കണം. വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ഉണ്ട്. നിനക്ക് പൈലറ്റ് അല്ലേ, എന്ത് വേണമെങ്കിലും ആവാം. പിന്നെ അല്ലാതെ ഓക്കെ അല്ലേ? മോള് മനസ്സിരുത്തി പഠിക്കുന്നു, പരിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും മോളെ. ഇത്രയും സപ്പോർട്ട് ഒന്ന് ഇനി ശരിയായില്ലേ? ഓക്കെ ആണോ? എഴുതാല്ലേ? പിന്നെ അല്ലാതെ. പിന്നെ അല്ല, നീയും കൂടെ നോക്കണം. അവൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണം. ചേച്ചി ഉണ്ടല്ലോ കൂടെ. കഴിഞ്ഞാ ഓക്കെ അല്ലേ? മോള് എഴുന്നേറ്റേ ഒന്ന് ഫ്രഷ് ആയിട്ട്. ഇത്ര സില്ലി കാര്യത്തിനാണ് എന്റെ കൊച്ചു നമ്മള് പറഞ്ഞൊന്നും വേണ്ട. അവള് മിടുക്കി കുട്ടിയായി കഴിഞ്ഞു. ഇനി പുതിയൊരു പിങ്കി ബോളാണ്. മണി, ഈ പനിക്കൂർക്കേ ഇത് കുറച്ച് ഓടിച്ചു മാറ്റി വെക്കണം കേട്ടോ. എന്തെങ്കിലും ഉണ്ടോ? ഇത് നിറയെ ഒത്തിരി അതിന്റെ അത് നോക്കൂ. ഈ ചട്ടിക്കകത്ത് നിറയെ വേറെ എന്തെങ്കിലും വെക്കണം. അല്ലെങ്കിൽ വേറെ കാശ് ചെലവില്ലാത്ത ചെടി വാങ്ങണ പരിപാടിയൊക്കെ നിർത്തിയിട്ടേ കുറച്ച് കാശ് ചെലവാക്കി ഓർക്കിഡ് വാങ്ങിക്കണം. ഇവിടെ നിറച്ചും വെക്കണം. അത് മാലിനി ഇന്നാൾക്ക് വന്നിട്ട് പറഞ്ഞാൽ ചേച്ചിന്റെ അടുത്ത് 2-3 ഉണ്ടല്ലേ, അവരുടെ വീട് നിറച്ചും ഓർക്കിഡാണെന്ന്. എനിക്ക് കുറച്ച് ഓർക്കിഡ് വേണം. അവളല്ലേലും കുറെ തള്ളിന്റെ ആളല്ലേ. പിങ്കി നല്ല വൃത്തിയായിട്ട് കൊടുത്തു. അല്ല, പിങ്കിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റേ കാര്യം ആലോചിച്ചത്. ഇവളെ
തുള്ളി ചാടി നടന്ന് ബാക്കിയുള്ളവരെയും കളിയാക്കി നടന്നിട്ട് അവസാനം ഇപ്പൊ തളിരുകളെ വാടിയതുപോലെ വാടി കിടക്കുന്നു. ഇത്രയും മറ്റേ തൊട്ടാവാടിയാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കൊച്ചല്ലേ മണി? കൊച്ചാ? അപ്പൊ ഞാനോ? നീ പിന്നെ തൊട്ടാവാടിയല്ലേ? നീ എന്തോന്നായിരുന്ന അവസ്ഥ പണ്ട്? തൊട്ടാവാടിയാ? എനിക്കും തോന്നുന്നു. നിന്റെ പരീക്ഷയുടെ സമയത്ത് എന്തായിരുന്നു എന്റെ അവസ്ഥ? അത് പരീക്ഷ പേടി വരുമല്ലോ. പരീക്ഷ വരുമ്പോ എല്ലാവർക്കും ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ. പിള്ളേരല്ലേ ഇവിടെ ഇപ്പൊ ഭയങ്കര ബോൾഡായിട്ടൊക്കെ നടക്കുമെങ്കിലും പണ്ട് തന്നെയായിരുന്നു അവസ്ഥ. പരീക്ഷ വരുമ്പോ പേടി, ടെൻഷൻ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. അത് പഠിച്ചിട്ടില്ലെങ്കിലാണ് പ്രശ്നം. പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. ഇത് പഠിക്കണം. ഞങ്ങളെയൊക്കെ കാലത്തുണ്ടല്ലോ, ഞാൻ SSLC പഠിക്കുമ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 12 വിളക്കിലല്ലേ ഇരുന്ന് പഠിക്കുന്നേ. വെട്ടം വല്ലതും ഉണ്ടോ? കറണ്ട് നമ്മുടെ വീടിന്റെ ഒരു 4-5 വീടിന്റെ അപ്പുറത്തുള്ള കൊച്ചുമണി അണ്ണന്റെ വീട്ടില്, സുധാകരനാണ് പേര്. കൊച്ചുമണി അണ്ണന്റെ വീട്, അവിടെ പോയിരുന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആ അണ്ണൻ്റെ ഉണ്ടല്ലോ, അന്ന് ആ ഏരിയയിൽ കുറച്ച് വിദ്യാഭ്യാസമുള്ളത് ഈ കൊച്ചുമണി അണ്ണനാണ്. പുള്ളിക്കാരനാണെങ്കിൽ ഞങ്ങളെ പോലുള്ള നല്ല പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുടെ കുട്ടികളൊക്കെ വിളിച്ചിരുത്തി വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കും. അണ്ണൻ്റെ വീട്ടിൽ ലൈറ്റ് കൊണ്ട് രാത്രി എത്ര മണി വരെ വേണമെങ്കിലും ഇത് പഠിക്കുകയും ചെയ്യാം. ഇപ്പോഴും ഓർക്കിഡ് മണി മാത്സ് എക്സാം ഒരു 10-11 മണിയായി. പഠിത്തമെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോകണം, എക്സാമിന് തലേ ദിവസം. അങ്ങനെ വീട്ടിലോട്ട് പോകുമ്പോൾ ഈ അണ്ണൻ്റെ വീട്ടിൽ നിന്ന്, കൊച്ചുമണി അണ്ണൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിലോട്ട് പോണ വഴിക്കായി ഇടവഴിയിൽ വെച്ച് ഒരു പട്ടി ചാടി വന്ന് രാത്രി ഒരു 11 മണിയാവും. ഈ പട്ടിയെ കണ്ട് ഞാൻ പേടിച്ച് ഓടിയപ്പോ ഒന്ന് ചെറിയൊരു കുഴിയിൽ കാല്, ഈ കാല് ഈ ആംഗിള് മടങ്ങിപ്പോയി. മടങ്ങിപ്പോയി. ഞാൻ അപ്പോഴങ്ങ് ഓടി വീട്ടിൽ കയറി. പക്ഷെ വീട്ടിൽ കയറി കഴിഞ്ഞപ്പോ എന്നെ വേദന തുടങ്ങി. രാത്രി ഒരു 12 മണി 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല, കാല് നീരും വെക്കാൻ തുടങ്ങി. അമ്മയാണെങ്കിൽ വന്നിട്ട് കരച്ചിലും. ചിന്നു വന്ന് തീരെ കൊച്ചല്ലേ, കരച്ചിലും. പിന്നെ ഉണ്ണിമാമൻ കുറെ എണ്ണയൊക്കെ കൊണ്ടുവന്നൊക്കെ ഇട്ട്. രാവിലെ ആണെങ്കിൽ പരീക്ഷയ്ക്കും പോണം. ഇതിനിടയ്ക്കാണെങ്കിൽ വേറെ പ്രശ്നം, ഞാൻ പനിയും കൂടെ തുടങ്ങി. അമ്മ ഉള്ള അമ്പലങ്ങളെല്ലാം നേർച്ച, പിന്നെ കട്ടൻ ചായയൊക്കെ ഇട്ടുകൊണ്ട് വരിക, അങ്ങനെ തുണിയൊക്കെ നെറ്റിയിൽ നനച്ച് വെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു. പരീക്ഷയല്ലേ, എനിക്ക് ടെൻഷനും തുടങ്ങി. നാളെ പരീക്ഷയ്ക്ക് പോകാൻ പറ്റുമോ എന്നുള്ള പേടിയും. ടീച്ചർമാരാണെങ്കിൽ ആ സ്കൂളിൽ എന്നെ വളരെ പ്രതീക്ഷയുള്ള ഒരു സ്റ്റുഡൻ്റാണ്. ടോപ്പ് മാർക്ക് എനിക്കാണെന്ന് നല്ല ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് മാത്സ് പരീക്ഷയുടെ തലേദിവസമല്ലേ ഇത്. പരീക്ഷയ്ക്ക് പോകാൻ പറ്റൂല എന്നുള്ളത്. ഞാനും അങ്ങ് വെപ്രാളമായി പനിയുമൊക്കെ. ഒരു വിധത്തിന് നേരം വെളുപ്പിച്ച് രാവിലെ ഇപ്പൊ പനി മാറി. പക്ഷെ കാലിതാ ഈ വണ്ണമുണ്ട്, നീര് വെച്ച്. പോകാൻ പറ്റുമോ? 3-4 കിലോമീറ്റർ നടന്നു വേണം സ്കൂളിൽ പോകാന്ന്. നടക്കാൻ പറ്റുമോ? ഒരു രക്ഷയില്ല. ദൈവദൂതനെ പോലെ നമ്മുടെ ഇത് കൊച്ചുമണി അണ്ണൻ. അണ്ണനൊരു വിജയ് സൂപ്പർ ഉണ്ടെന്ന്. വിജയ് സൂപ്പറിൽ വന്നു, രവി റെഡിയായാന്ന് ചോദിച്ചിട്ട് ഞെട്ടിപ്പോയി. കാരണം പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് ഈ അണ്ണൻ പറഞ്ഞത്. എങ്ങനെ അറിഞ്ഞു എന്റെ കാല് ഇങ്ങനെ നീരടിച്ചു എന്നുള്ളത്? വന്ന് അണ്ണൻ തന്നെ വന്ന് മുറിക്കകത്തുനിന്ന് താങ്ങിയെടുത്ത് വണ്ടിയിൽ കൊണ്ടിരുത്തി നേരെ സ്കൂളിൽ കൊണ്ടുപോയി പരീക്ഷ എഴുതി. അന്ന് ടോപ്പ് മാർക്കുമായിരുന്നു എനിക്ക് ആ പരീക്ഷയ്ക്ക്, നല്ല മാർക്ക്. അന്ന് എനിക്കാണ് ആ സ്കൂളിലെ ആ പഞ്ചായത്തിലെ തന്നെ മാർക്ക് കൂടുതൽ. അത് കിട്ടിയപ്പോ ഉണ്ടല്ലോ, സ്കൂളിൽ വെച്ച് എനിക്ക് ഒരു അനുമോദനമൊക്കെ തന്നു, ഒരു ട്രോഫിയൊക്കെ തന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ട്രോഫി. അത് തന്നെ പെട്ടികത്തിരിപ്പുണ്ട്. അത് ഞാൻ ആദ്യം കൊണ്ട് കാണിക്കുന്നത് കൊച്ചുമണി അണ്ണന്റെ അടുത്താണ്. അണ്ണൻ അത് കൊണ്ടിട്ട് എന്തൊരു സന്തോഷം. എന്നെ കെട്ടിയങ്ങ് കെട്ടിപ്പിടിച്ച് കണ്ണിക്കൂടെ ഒക്കെ കണ്ണീര് വരുന്നു സന്തോഷം കൊണ്ട്. നീയാണോ അണ്ണന് 2 ഇതുണ്ട്. ഒന്ന് അണ്ണൻ പഠിപ്പിച്ച കുട്ടി, പിന്നെ ആ ഏരിയയിൽ എന്നെ ഭയങ്കര കാര്യമാണ് എല്ലാവർക്കും. കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മയൊക്കെ തന്ന്. പിന്നെ ഞാൻ കോളേജിൽ പോകുമ്പോ എനിക്ക് അണ്ണൻ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോഴും ആലോചിക്കുമ്പോ നോക്ക് രോമാഞ്ചം പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടോ? എപ്പോഴത്തെ കാലത്തും ആൾക്കാരൊക്കെ ഉണ്ട്. എവിടെ എന്നാ? അതെ, നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറണോ അതനുസരിച്ചായിരിക്കും നമ്മളോടും പെരുമാറണേ. പിന്നെ ജീവിത ശൈലികൾ മാറിപ്പോയെന്നേ ഉള്ളു മോളെ. അമ്മക്ക് ഈ പരീക്ഷ പേരുന്നുണ്ടായിരുന്നില്ലേ? സത്യം പറയട്ടാ, എല്ലാ പരീക്ഷയുടെ തലേദിവസം എനിക്ക് പനി വരുമായിരുന്നു. ഭയങ്കര പേടിയാ പരീക്ഷ. നല്ല മാർക്കുണ്ടല്ലോ എല്ലാത്തിനും. പക്ഷെ എന്നാലും പനി വരുമായിരുന്നു, പേടിയായിരുന്നു എനിക്ക് പരീക്ഷ. ഇത് ആരെയും കുറ്റം പറ്റ കാര്യമല്ല, പാരമ്പര്യ വേണമെങ്കിലും പറയാം. എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് അവള് നല്ല മാർക്ക് വാങ്ങി. അത് പേടിയാന്നേ, അത് കുറച്ച് പിള്ളേർക്കൊക്കെ ഉണ്ടാവുന്നതാണ്. അത്രേ ഉള്ളൂ.